എല്ലാവർക്കും കുക്ക് ടേറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ബട്ടർസ്കോച്ച് കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയാണ്. പല പല ഫ്ലേവേഴ്സുള്ള കേക്ക് നമ്മൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബട്ടർസ്കോച്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കിയിട്ട് വരാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മാത്രമല്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർസ്കോച്ച് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഞാനൊരു 3 വട്ടം അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ബട്ടർസ്കോച്ചിൻ്റെ എസൻസ്. വേണമെങ്കിൽ 1 ടീസ്പൂൺ മൊത്തമായിട്ട് ബട്ടർസ്കോച്ച് എസൻസ് ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു അളവ് പറഞ്ഞത് എനിക്ക് ഈ ഒരു ബ്രാൻഡ് ഓക്കെയാണ് 1 ടീസ്പൂൺ ഉപയോഗിക്കാനായിട്ട്. അതായത് ഹാർവേസിൻ്റെ ബ്രാൻഡ് നല്ലതാണ്. ഒരുപാട് സിന്തറ്റിക്കിൻ്റെ ആ ടേസ്റ്റ് ഒന്നുമില്ല. ചിലത് ഭയങ്കരമായിട്ട് സിന്തറ്റിക് ടേസ്റ്റ് കിട്ടും. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ ഒരു അളവ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് വൈസായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. വാനില എസൻസ് കൂടുതലും ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് കുറവും ചേർക്കാം. കുറച്ച് ഡ്രോപ്സ് മാത്രം ചേർക്കാം. ഞാൻ മുട്ട നന്നായിട്ട് പതപ്പിച്ചിട്ടുണ്ട്. പതിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അപ്പോൾ എഗ്ഗ് നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ, റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മുടെ പൗഡർ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. തുടക്കക്കാർക്ക് ഈ ഒരു രീതിയിൽ ആദ്യം പൗഡർ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അടി തട്ടിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് മിക്സ് ആവും. ഇല്ലെങ്കിൽ എന്താ അറിയോ, എവിടെയൊക്കെ ഇങ്ങനെ പൊടി കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ ഇത് തുടക്കക്കാർക്ക് എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ആദ്യം ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും. ഇതിലേക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൗഡർ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതോട് കൂടി തന്നെ നമുക്ക് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ഡ്രോപ്പ് ജെൽ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ സത്യം പറയാച്ചാൽ പോസായിരുന്നു. ഞാൻ അറിഞ്ഞില്ല വീഡിയോ പോസായത്. അപ്പോൾ അത് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ മിക്സ് ചെയ്ത്, അതായത് പൗഡർ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1 ഡ്രോപ്പ് കളറും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചേർത്തത് 1 ടീസ്പൂൺ വിനീഗറാണ്. ഇനി ഇത് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് 175 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്യാൻ പോവാണ്. ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ടൂത്ത് പിക്ക് ഇറക്കി നമുക്ക് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട്, ഞാനത് ചെക്ക് ചെയ്തിട്ട് ഓൾറെഡി, അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ചൂടാറട്ടെ. ഇനി പ്രലാൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ചെറുതായിട്ട് അവിടെ ഇവിടെ ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി വേണ്ടത് നമ്മുടെ കാഷ്യൂ നട്ട്സ് ആണ്. എനിക്കിതുപോലത്തെ പീസസ് ആട്ടോ കിട്ടിയത്. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്കതൊന്ന് ഇതേപോലെ 1/4 കപ്പ് തന്നെയാണ് എടുത്തത്. വേണമെങ്കിൽ കപ്പലണ്ടി എടുക്കാം കേട്ടോ. പക്ഷേ കപ്പലണ്ടിക്കാട്ടിലും ടേസ്റ്റ് ഇത് രണ്ടുമാണ്. വേണമെങ്കിൽ ഒറ്റയ്ക്ക് നട്ട്സ് മാത്രമായിട്ട്, അതായത് കാഷ്യൂ നട്ട്സ് മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബദാം മാത്രം ഉപയോഗിക്കാം. എന്നിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ഇതുപോലത്തെ ഇടിക്കല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. പൊടിക്കുകയല്ല, ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ നട്ട്സ് എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കക്കാരെ ഈ ഒരു മോഡൽ ചെയ്യേണ്ട. അതായത് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് എണ്ണ പരട്ടിയിട്ട് അത് റെഡിയാക്കി വെച്ചാൽ മതി. നമ്മുടെ സാധാരണ സ്റ്റീൽ പ്ലേറ്റ്. പക്ഷേ ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല. അപ്പോൾ ഞാൻ സ്ഥിരം ചെയ്യുന്നൊരു മോഡൽ വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ സ്പൂൺ വെച്ച് ഇളക്കൊന്നും വേണ്ട കേട്ടോ, തന്നെ മെൽറ്റ് ആയിക്കോളും. ഇത് ഏകദേശം മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആവണം കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് കരിയിക്കാനൊന്നും പാടില്ല. ഇതാ കണ്ടോ, ഈ ഒരു ലെവലിൽ മെൽറ്റ്. അതിപ്പോൾ കണ്ടോ, എല്ലാം മെൽറ്റായി. നമുക്കിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കാണാം, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ അവിടെ എവിടെയും പഞ്ചസാര തരി കാണാൻ പറ്റും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കണം.
ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും അത് കോട്ടായിന്ന് കണ്ട ഉടനെ തന്നെ ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം നമുക്കിത് എടുത്തിട്ട് നമ്മൾ ബട്ടർ പേപ്പർ റെഡിയാക്കി വെച്ചതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ പ്ലേറ്റിൽ എണ്ണ തടവിയിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിട്ട ഉടനെ തന്നെ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കണം കേട്ടോ. പ്ലേറ്റിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം സമയം എടുക്കും അത് ചൂടാറി സെറ്റ് ആവാനായിട്ട്. പക്ഷേ ബട്ടർ പേപ്പറിൽ ചെയ്യുമ്പോൾ ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ ബട്ടർ പേപ്പർ അതിൻ്റെ പിന്നീട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് പതുക്കെ ചൂടോടെ തന്നെ അത് എടുത്ത് മാറ്റാണ് പതിവ് കേട്ടോ. അപ്പോൾ കൈയൊക്കെ നന്നായി പൊള്ളും. അപ്പോൾ ഇതാ ബട്ടർ പേപ്പറിൽ നിന്ന് ഞാനത് അടർത്തി മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ കുഞ്ഞു കുഞ്ഞേ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്, പൊട്ടിച്ചെടുക്കുകയാണ്. അതിൽ കുറച്ച് ഭംഗിയുള്ള 4-5 പീസ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് മുകൾ ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്യാനാണ് കേട്ടോ. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള 4-5 പീസ് അല്ലാതെ ബാക്കിയുള്ളതിൽ നിന്ന് കുറച്ച് പീസസ് എടുത്തിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യാണ്. ഒരുപാട് പൊടിക്കരുത്, ചെറുതായിട്ടൊന്ന് 1-2 തിരി മാത്രമേ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കാവൂ. ബാക്കി എടുത്തിട്ട് നമുക്ക് ഇടിക്കല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ചതച്ചെടുത്തതാണ്, ഇടിക്കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്തതാണ്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കേക്കിന് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യല്, പൊടിച്ചെടുക്കല്ല, എന്നാൽ അതിൽ കുറച്ച് പീസസ് ഉണ്ട് താനും. അപ്പോൾ ഇതും കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ബട്ടർസ്കോച്ച് സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തനിയെ മെൽറ്റ് ആവട്ടെ. ഒരുവിധം ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് സ്പൂൺ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ ഒന്നും ആക്കണ്ട. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ. ഞാൻ ചേർത്തത് ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ, അതായത് അൺസോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ആ ബട്ടറൊക്കെ ഒന്ന് നന്നായി മെൽട്ടായിട്ട് മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് നമ്മൾ എത്രയാണോ പഞ്ചസാര ചേർത്തത് അത്രയും തന്നെ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്രീം ചേർത്ത ഉടനെ ഒന്ന് കട്ട പിടിക്കും കേട്ടോ, അത് കുഴപ്പമില്ല, തന്നെ മെൽറ്റായിക്കോളും. ഇതുപോലെ പിരിഞ്ഞ പോലെയൊക്കെ തോന്നും കേട്ടോ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ശരിയായിക്കോളും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പതഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ പതഞ്ഞ് വന്ന് ഏകദേശം ഒരു 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ പതഞ്ഞ് വന്നതിന് ശേഷം ഏകദേശം ഒരു 1 മിനിറ്റ് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം, എന്നാൽ മാത്രമേ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റാണ് കേക്ക്, കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് എന്തായാലും ഓവർനൈറ്റ് ഞാൻ കവർ ചെയ്ത് വെക്കുകയാണ്. നല്ല കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് വെക്കണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വെജിറ്റബിളൊക്കെ നമ്മൾ കവർ ചെയ്ത് വെക്കണം, കൊട്ടയില്ലേ നെറ്റിൻ്റെ, അത് വെച്ചിട്ട് കവർ ചെയ്യാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.25 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ ഞാൻ വിപ്പിംഗ് ക്രീം എപ്പോഴും ഒരു 1/4 ഭാഗം എക്സ്ട്രാ എടുത്തിട്ട് വിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം അവസാനം നമുക്ക് തികയാതെ വന്നാൽ പിന്നെ കുറച്ചായിട്ട് നമുക്ക് വിപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചധികം വന്നാൽ നമുക്ക് അത്യാവശ്യം ഡിസൈൻസൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, അതായത് ഓരോരുത്തരുടെ ക്രീമിൻ്റെ മധുരം വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 5-6 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗർ ചേർക്കാറുണ്ട്. പിന്നെ അതിലേക്ക് എസൻസ് ചേർക്കുകയാണ്. ഞാനിതിൽ വാനില എസൻസ് ചേർക്കുന്നില്ല, ബട്ടർ സ്കോച്ച് ആയതുകൊണ്ട് തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസാണ് ചേർക്കുന്നത്. അതൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ഡ്രോപ്പ് ഷെഫ് മാസ്റ്ററിൻ്റെ യെല്ലോ ജെൽ കളർ കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ വാനില എസൻസ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ബട്ടർ സ്കോച്ച് തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷേ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ആയതുകൊണ്ട് അതിൻ്റെ എസൻസ് ചേർക്കുകയാണ് നല്ലത്. അപ്പോൾ നല്ല ബ്രാൻഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിന്തറ്റിക് ടേസ്റ്റ് ഉണ്ടാവും.
ഞാനെപ്പോഴും വിവോൻ്റെ റോയൽ ക്രീമാണ് ഉപയോഗിക്കുന്നത്. അതിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ വേണ്ടി വരാറുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേര് വിപ്പിംഗ് ക്രീം ശരിയാവുന്നില്ല, മെൽറ്റ് ആവുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പിന്നെ ഓരോ ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. അത് ഏകദേശം ഒന്ന് ഐസൊക്കെ പോയതിന് ശേഷം അതെടുത്തിട്ട് ഉടനെ വിപ്പ് ചെയ്യുക. അതിങ്ങനെ ഒഴിക്കുന്ന പരുവത്തിലായിരിക്കണം നമ്മൾ എടുക്കുമ്പോൾ. എന്നിട്ടൊരു 2-3 ഈ 2 സ്പീഡിൽ, അതായത് 5 മോഡ് സ്പീഡ് മോഡുള്ള ബീറ്റർ ആണെങ്കിൽ 2 അല്ലെങ്കിൽ 3 വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ 3 വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എയർ ബബിൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് സ്റ്റിഫാവും നമ്മുടെ ക്രീം. അപ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ 2ാമത്തെ സ്പീഡിലിട്ടിട്ട് ചെയ്യുക. കുറച്ചധികം സമയം എടുക്കും, എന്നാലും സാരില്ല, എയർ ബബിൾ കയറാതെ ശ്രദ്ധിക്കുക. പിന്നെ ചെയ്ത് ശീലമുള്ളവർക്ക് നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കുറച്ച് ശരിയാക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാം. കറക്റ്റ് ആ ഒരു ക്രീമിഷ് യെല്ലോ കളർ കിട്ടാത്തതുകൊണ്ട് ഞാൻ 1 ഡ്രോപ്പ് കൂടെ ജെൽ കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതറിയാനായിട്ട് നമ്മൾ സ്റ്റിഫ് പീക്ക് നോക്കുക, അല്ലെങ്കിൽ കമത്തി പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ പ്ലേസിൽ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അതും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതേപോലെ ബ്ലേഡ് ജസ്റ്റ് പൊക്കുമ്പോൾ കണ്ടോ പാത്രം ഇളകി വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് നിർത്താം. അതുപോലെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്മൂത്ത് ആവില്ല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് നല്ല ഫാസ്റ്റായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ളൊരു ക്രീം കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് 3 ലെയറായി കട്ട് ചെയ്തിട്ട് ബേസ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ചെയ്യാം സിറപ്പ് വെച്ചിട്ട്. ഇത് സിമ്പിൾ സിറപ്പാണ്. അതായത് 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം ഒരുപാട് നേരം തിളപ്പിക്കണില്ലല്ലോ. അപ്പോൾ 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് 1/2 കപ്പ് + 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചതാണ്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഒരു കേക്കിൻ്റെ ചുറ്റും, അതായത് എഡ്ജസൊക്കെ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് വെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചോടെ തന്നെ വീണ്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാകുമ്പോൾ ഒരുപാട് സിറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് കഴിക്കാൻ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ അളിഞ്ഞ് പോവും കേക്ക് കഴിക്കുമ്പോൾ. അങ്ങനെ ചെയ്യരുത്, ആവശ്യത്തിന് മാത്രം സിറപ്പ് ഒഴിക്കുക കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ലെയറിൽ ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചായിട്ട്, അതായത് തുടക്കക്കാർക്കൊക്കെ എത്ര ക്വാണ്ടിറ്റി ക്രീം വേണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അവർ ഇടുമ്പോൾ സൂക്ഷിച്ചിടുക. ഒരു 3 പ്രാവശ്യം കുറച്ചായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തെറിച്ച് സൈഡിലേക്കൊക്കെ വീണ് ബോർഡൊക്കെ ആകെ വൃത്തിയിടായി. പിന്നെ അത് തുടയ്ക്കാൻ നിൽക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ചായിട്ട് ചെയ്ത്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഏകദേശം എത്ര വേണം ക്രീം ഒരു ലെയറിൽ എന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതാ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സോസ് അപ്ലൈ ചെയ്യണം. പക്ഷേ ഇത് ഇത്തിരി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ടൊന്ന് ഒരു 10 സെക്കൻഡ് മൈക്രോവേവിൽ വെക്കുകയാണ്. ഓവനില്ലാത്തവർ നല്ല ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാലും മതി. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഒഴിച്ചാൽ മാത്രമേ നമ്മൾ സ്പാച്ചില വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ സോസ് എല്ലായിടത്തും സ്പ്രെഡ് ആവുള്ളൂ. ഇനി അത് ആവശ്യത്തിന് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നടുവിൽ ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് സ്പാച്ചില വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ, കാരണം ബട്ടർസ്കോച്ചിൻ്റെ കേക്കാണ്, അതുകൊണ്ട് തന്നെ ആ ഫ്ലേവർ വേണം. എന്നിട്ട് ഞാൻ സ്പാച്ചിലയിൽ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് സ്പ്രെഡായി കിട്ടും, നന്നായിട്ട് ആ ക്രീമിൽ അത് മിക്സായി കിട്ടും. ഇനി നമ്മളതിൻ്റെ പുറത്തേക്ക് നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചില്ലേ, കുറച്ച് തരിയായിട്ട്, എന്നാൽ കുറച്ച് പൊടിയല്ല, ചെറുതായിട്ടൊന്ന് തരിയായിട്ട് വെച്ചില്ലേ, അത് നമ്മളിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ ഇടിക്കല്ലിൽ ചതച്ച് വെച്ചിട്ടുള്ള പ്രലായൻ കൂടെ ചേർത്ത് കൊടുക്കുക. അത് അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതാണ് കേക്ക് കഴിക്കുമ്പോൾ നമ്മുടെ വായിലിങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്നത്. ബാക്കി നമ്മൾ മുന്നേ മിക്സിയിൽ ക്രഷ് ചെയ്തത് ചിലപ്പോൾ ഒന്ന് കുറച്ചൊക്കെ മെൽട്ടായി പോവും. പക്ഷേ ആ കറക്റ്റ് ആ ഫ്ലേവർ ഒന്നുകൂടെ കൂടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്തത്. ഇനി അടുത്ത ലെയർ വെച്ചിട്ട് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പോവാണ്. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ഡ്രോപ്പ് യെല്ലോ കളറും 1 ഡ്രോപ്പ് റെഡ് കളറും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ഏകദേശം ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്യാം.
അപ്പോൾ നമ്മുടെ കേക്ക് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ പുറത്ത് കുറച്ച് ഫ്ലവർ ഡിസൈൻസ് കൂടെ ചെയ്യുകയാണ്. എന്താണ് അപ്പോൾ മനസ്സിൽ വരുന്നത് ആ ഒരു രീതിയിൽ ചെയ്യണതാണ് കേട്ടോ, മുൻകൂട്ടി ധാരണയൊന്നുമില്ല. ഇനി ആ സോസ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സൈഡിലൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ സോസ് വെച്ചിട്ട് ചെറിയ ഇങ്ങനെ ലൈൻസ്, ഇങ്ങനെ കേർവ്ഡ് ലൈൻസ് വരച്ചു കൊടുത്തിട്ട് നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കും. നമ്മൾ സാധാരണ വാഞ്ചോനൊക്കെ ചെയ്യില്ലേ, അതുപോലെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈൻ കിട്ടും. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഫുൾ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രലൈനൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. ഇഷ്ടമില്ലാത്തവർക്ക് പോലും, അതായത് ബട്ടർ സ്കോച്ച് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.